ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമുക്കെല്ലാവർക്കും അറിയാം SSC CGL 2020യും CHSL എക്സാംസും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള CHSL 2019 പേപ്പറിലെ റീസണിങ് സെഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നെക്സ്റ്റ് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 12th October 2019 ഷിഫ്റ്റ് 1 റീസണിങ് സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് n is coded as 30 and COT is coded as 78. How will PET be coded as in that language? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്നിൻ്റെ കറസ്പോണ്ടിങ് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ നമ്മൾ എഴുതണം. ഫസ്റ്റ് തന്നേക്കുന്ന കോഡ് n is coded as 30 എന്നാണ് തന്നേക്കണത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്നിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ എഴുതണം. അത് 14 ആണ്. ഓക്കെ, 14ഉം 30യും നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കണം. 14ഉം 30 എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? 14 + 1 അതായത് 15ൻ്റെ ഡബിൾ അല്ലേ 30. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റൈറ്റ് അവേ നമ്മുടെ തലയിൽ ഉദിക്കുന്ന ലോജിക്ക് ഇതാണ്. അപ്പോൾ ഈ ലോജിക്ക് വെച്ച് നമുക്ക് COT കോട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ COTയും നമ്മൾ ഇതുപോലെ എഴുതണം. COT അതിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസ് വാല്യൂ അതിൻ്റെ താഴെ എഴുതണം. C കറസ്പോണ്ട് ചെയ്യുന്നത് 3, O കറസ്പോണ്ട് ചെയ്യുന്നത് 15 ആൻഡ് T കറസ്പോണ്ട് ചെയ്യുന്നത് 20 അല്ലേ. എന്നിട്ട് ഇതിൻ്റെ സം എടുത്ത് നോക്കണം. സം എന്ന് പറയുമ്പോൾ 18 വരും, 18 + 28 38 വരും സം എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, അഗൈൻ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്? 14 പ്ലേസ് വാല്യൂ +1 എടുത്തു, അതിൻ്റെ ഡബിൾ എടുത്തു. അപ്പോൾ ആ സെയിം ലോജിക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. 38 + 1 എന്ന് പറഞ്ഞാൽ = 39 ആണ്. അതിൻ്റെ ഡബിൾ എത്രയാണ്? അതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 78 ആണ്. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് തന്നിരിക്കുന്ന സെക്കൻഡ് പാറ്റേണും അതായത് സെക്കൻഡ് എക്സാമ്പിളിലും വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ സെയിം ലോജിക്ക് നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്ന വേർഡിലും അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ PETയിലാണ് നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. PETയിൽ പിയുടെ കറസ്പോണ്ടിങ് നമ്പർ പൊസിഷൻസ് നമ്മൾ ഫസ്റ്റ് എഴുതണം. പിയുടെ കറസ്പോണ്ടിങ് എന്താണ്? 16 ആണ്. ഇയുടെ കറസ്പോണ്ടിങ് എന്താണ്? 5 ആണ്. T കറസ്പോണ്ട് ചെയ്യണം എന്താണ്? 20 ആണ്. അപ്പോൾ ഇതിൻ്റെ സം എടുത്ത് നോക്കാം. 16 + 5 21, 21 + 20 41 സം എടുക്കുമ്പോൾ നമുക്ക് 41 കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ അപ്ലൈ ചെയ്ത ലോജിക്ക് എന്താണ്? ഇതിൻ്റെ ഒരു +1 ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഡബിൾ എടുത്തു. അപ്പോൾ 41 + 1 അതായത് 42 വന്നു, അതിൻ്റെ ഡബിൾ എടുത്തു. അതായിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് കോഡ് 84. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ 84 എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കോഡിങ് കറക്റ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള എല്ലാ ലെറ്റേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് നമ്പർ പൊസിഷൻസ് അറിഞ്ഞിരിക്കണം, ആ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് വേണ്ട കൺസെപ്റ്റ് അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജോൺ യൂസ്ഡ് ബൈ പെട്രോൾ അറ്റ് റേഷ്യോ അല്ല, ഇത് റേറ്റ് ആണ്. Rate of 80 per liter till last month. Now he buys it at a rate of, again ഇത് rate ആണ്, rate of 85 per liter. By what percentage did the petrol price increase as compared to last month? ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി നമ്മുടെ മാത്സിലെ ബേസിക് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ എഴുതാം. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വാല്യൂ. ഇതാണ് ഇനീഷ്യൽ വാല്യൂ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് ചേഞ്ചിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് നോക്കാം. 80 rupees per liter എന്നുള്ളത് 85 rupees per liter ആയി. അപ്പോൾ ചേഞ്ച് എത്രയാണ്? 5 ആണ്. 5 rupees per liter ആണ് ചേഞ്ച്. ഇനീഷ്യൽ വാല്യൂ എത്രയാണ്? 80 ആണ്. ഓക്കെ, ഇൻറ്റു 100 നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/16 × 100 ആണ്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫ്രാക്ഷൻ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ചേഞ്ച് എന്താണ്? 6.25 എന്ന് വരും ഇത് കറസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 different positions of the same dice are shown. Select the number that will be on the face opposite to the face showing the number 1.
അപ്പോൾ ഇത് മറ്റേ ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡൈസിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡൈസിൽ ഏതൊക്കെ ഫേസസ് ആണ് സെയിം എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ 1 ഓപ്പോസിറ്റ് ഉള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ 2 ഡൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ 2 ഡൈസ് ചെക്ക് ചെയ്യുമ്പോൾ 2ഉം 2 ഫേസസ് സെയിം ആണ്. 2 ഫേസസ് സെയിം ആണെങ്കിൽ ഈ ഡൈസിൻ്റെ ക്വസ്റ്റ്യനിൽ ആ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ തേർഡ് ഫേസസ് അല്ലേ അവർ ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിരിക്കും. അതായത് ഈ കേസിൽ ഈ 2 ഡൈസ് നമ്മൾ നോക്കുമ്പോൾ 2 കോമൺ ആണ്, 2 കോമൺ ആണ്, 5 കോമൺ ആണ്, 5 കോമൺ ആണ്. അപ്പോൾ തേർഡ് സൈഡ് ഇതിലെ 1ഉം തേർഡ് സൈഡ് ഇതിലെ 6ഉം ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചാൽ നമ്പറിന് 1 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ഏതാണെന്നാണ്. അതിപ്പോൾ നമ്പർ 6 തന്നെ ആയിരിക്കും. ഇത് ഡയറക്റ്റ്ലി ക്വസ്റ്റനിൽ തന്നെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4th ക്വസ്റ്റ്യനിലോട്ട് പോകാം. 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗിവൺ വേർഡ്സിനെ ലോജിക്കൽ ആൻഡ് മീനിങ്ഫുൾ സീക്വൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഇതൊരു കോമൺ സെൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ബേസിക്കലി നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റൂമാണ് ഏറ്റവും ചെറുത്. റൂം ഫ്ലാറ്റിൻ്റെ ഉള്ളിലാണ്. ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പാർട്ട്മെൻറ്റ് സ്ട്രീറ്റ്സിലാണ്. സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ ടൗണിലാണ്. അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് ഫസ്റ്റ് ഏതാ റൂം വരും. ഓക്കെ, റൂം. അപ്പോൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? റൂം ഫ്ലാറ്റാണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ സെക്കൻഡ് ഓർഡറിൽ വന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് റൈറ്റ് അവേ നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് സ്വയം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടണില്ലെങ്കിൽ ഞാൻ പറയുന്നത് ജസ്റ്റ് കേട്ടാൽ മതി. ആദ്യമേ നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ ലെവൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇതൊരു കോംപ്ലക്സ് ഫിഗറാണ്. ഇതിൽ റൈറ്റ് അവേ നമ്മൾ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മിസ്റ്റേക്ക് പറ്റും, നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഈ ഫിഗറിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഇതിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ ഹിഡൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പിലാണ് ഇത് സിംപ്ലിഫൈ ചെയ്യണത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിഗർ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് സ്റ്റാൻഡേർഡ് ഫിഗർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ഈ ഫിഗറിൽ റിപ്പീറ്റ് ചെയ്യേണ്ടോ നോക്കണം. ഓക്കെ, അതായത് സിമിലർ പാറ്റേൺസ് നമ്മൾ കണ്ടുപിടിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൺസ് ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതിന് റിമൈനിങ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ കൗണ്ടിങ് റിമൈനിങ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫിഗേഴ്സ് എന്താണെന്ന് അറിയണം. അതായത് നമ്മൾ ഈ കൗണ്ടിങ് ഫിഗേഴ്സിൽ സർട്ടൻ ഫിഗേഴ്സ് ഉണ്ട്. ആ ഫിഗേഴ്സിൻ്റെയൊക്കെ അതിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയെന്ന് നമ്മൾ മുൻപേ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യനിലുള്ള സ്റ്റാൻഡേർഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയറും അതിനെ 4 പാർട്ടാക്കിയിട്ടുള്ള ഇതാണ് ഈ ക്വസ്റ്റ്യനിലുള്ള സ്റ്റാൻഡേർഡ് ഫിഗർ. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഏതാണ്? ഈ ഒരു സ്ക്വയറും അതായത് ഇതൊരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. ഇതിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നമ്മൾ ക്വസ്റ്റ്യൻ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇതിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് എത്രയുണ്ട് നമ്മൾ ഫസ്റ്റ് കൗണ്ട് ചെയ്യണം. 3 and 4. അപ്പോൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്സ് ഇത് എത്ര 4 ആണ് ഇൻറ്റു 2 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിലുള്ളത്. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ്. അതേസമയം നമ്മൾ ഈ ഒരു സ്ക്വയറിന് നമ്മൾ 6 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരക്കുമ്പോൾ ഇത് 6 പാർട്സ് ആയി മാറുമല്ലോ. 3, 4, 5 and 6. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്താണ്? നമ്പർ ഓഫ് പാർട്സ് ഇൻറ്റു 2, ദാറ്റ് ഇസ് 12 ട്രയാങ്കിൾസ് ആണ്. ഇപ്പോൾ ഇത് 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫിഗർ നമ്മൾ മുന്നേ അറിഞ്ഞിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിലെത്രയാണ് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഫിഗറാണ് ഞാനിങ്ങനെ വേവി ലൈൻസ് ആയിട്ട് ഞാൻ വരച്ച് വെച്ചേക്കണം. അതായത് അത് 4 പാർട്ടായിട്ടാണ് ഈ സ്ക്വയർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിഗർ ഐഡൻറ്റിഫൈ ചെയ്തു. സ്റ്റാൻഡേർഡ് ഫിഗറിലെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര വന്നു? ഇവിടെ 4 പാർട്ടായിട്ടാണ് ആ സ്ക്വയർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എത്ര 4 into 2, അതായത് 8 ട്രയാങ്കിൾസ് ആ സ്റ്റാൻഡേർഡ് ഫിഗറിലുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിലേതെങ്കിലും സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടോ നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫിഗറും രണ്ടും സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒരു സിമിലർ ഫിഗറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ 2 ചെയ്ത് നമ്മൾ രണ്ടിലും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഈ സിമിലർ ഫിഗർ 4 സൈഡിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു ഫിഗറിൻ്റെ കണ്ടുപിടിച്ചിട്ട് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ആ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ വരച്ച് നോക്കാം. ഇതാണ് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ അല്ലേ, സിമിലർ ആയിട്ടുള്ള ഈ എക്സ്. ഇതാണ് നമ്മുടെ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു പാർട്ടാണ്. ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതും ഒരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിനെ 2 പാർട്ടായിട്ട് ഒരു ലൈൻ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു സ്റ്റാൻഡേർഡ് ഫിഗറാണ്. ഈ സ്റ്റാൻഡേർഡ് ഫിഗറിലുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ 1, 2, അതായത് 1 + 2 ആയിരിക്കും ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ്. ഈ ഫിഗർ നമ്മൾ നമ്മൾ ഒരു ലൈൻ വെച്ച് വീണ്ടും നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ് ഈ ട്രയാങ്കിളിൽ. അതായത് 1, 2, 3 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇതിൽ എത്രയായിരിക്കും? 1 + 2 + 3, അതായത് ഇത് എത്രയാണ്? 6 ട്രയാങ്കിൾസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ആ സെയിം ലോജിക്ക് വെച്ച് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഫിഗർ കാരണം 3 ട്രയാങ്കിൾസ് വരും. അതുകൂടാതെ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട് 4, പിന്നെ ഈ ഒരു വലിയ ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ മൊത്തം 2 ട്രയാങ്കിൾസ് എക്സ്ട്രാ, അതായത് ടോട്ടൽ 5 ട്രയാങ്കിൾസ് ആണ് ആ സിമിലർ ഫിഗറിലുള്ളത്, അതായത് ഈ ഫിഗറിലുള്ളത്. ഒരെണ്ണം ഈ സ്റ്റാൻഡേർഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1 + 2 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. പിന്നെ അഗെയിൻ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട്, then അഗെയിൻ ഈ ഒരു വലിയ ട്രയാങ്കിളും കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ 5 ട്രയാങ്കിൾസ് ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നിന്ന് ഉണ്ടാവും. അതുപോലത്തെ എത്ര പാർട്ടുണ്ട്? 2 പാർട്ടുണ്ട് അല്ലേ. അപ്പോൾ 5 × 2, അതായത് 10 ട്രയാങ്കിൾസ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത്. ഇനി നമ്മൾ കൗണ്ട് ചെയ്യാത്ത കുറച്ച് പാർട്ടുകളുണ്ട്, അതേതാന്ന് നോക്കാം. കൗണ്ട് ചെയ്യാത്ത ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ട്രയാങ്കിളും ഉണ്ട്, പിന്നെ ഈ ഒരു വലിയ ട്രയാങ്കിൾ, ഈ എക്സ്റ്റൻഷൻ കാരണം കൊണ്ടാണ് ഈ വലിയ ട്രയാങ്കിൾ. അതായത് 2 more ട്രയാങ്കിൾസും കൂടി ഉണ്ട് ഈ ഫിഗറിൽ. അപ്പോൾ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ 2 more എക്സ്ട്രാ ട്രയാങ്കിൾസ്. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 8 + 10 + 2, ദാറ്റ് ഈസ് 20. 18 + 2 20 ട്രയാങ്കിൾസ് ഈ ഫിഗറിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നല്ലോണം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, in a certain code language, browse is written as GUYQTD. How will amalgam be written in that language? ഓക്കെ, ബേസിക്കലി ഇതൊരു ഡീകോഡിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ് തന്നിട്ടുണ്ട്. ആ കോഡ് ചെയ്ത ലോജിക്ക്, ആ മാപ്പ് ചെയ്ത സെയിം ലോജിക്ക് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന വേർഡും നമ്മൾ വേർഡിലിട്ടിട്ട് ആ കറസ്പോണ്ടിങ് കോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് നമ്മൾ എഴുതണം. നമുക്ക് തന്നിരുന്ന വേർഡ് എഴുതണം, ബ്രൗസ് എന്നുള്ളത്. എന്നിട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ സീരീസ് എഴുതണം. അതായത് നമ്പർ സീരീസ് അല്ല, കറസ്പോണ്ടിങ് നമ്പർ പൊസിഷൻസ് എഴുതണം, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ളത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ബിയുടെ കറസ്പോണ്ട് ചെയ്യുന്നത് 2 ആണ്, ആറിൻ്റെ 18 ആണ്, ഓയുടെ 15 ആണ്, ഡബ്ല്യൂയുടെ 23 ആണ്, എസിൻ്റെ 19 ആണ്, ഇയുടെ 5 ആണ്. ഓക്കെ, ഇനി കറസ്പോണ്ടിങ് എൻ്റെ താഴെ തന്നെ നമ്മൾ നമ്മുടെ കോഡ് എഴുതണം. GUYQTD. ഓക്കെ, എന്നിട്ട് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോഡിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് എഴുതണം, നമ്പർ പൊസിഷൻസ്. അത് നമ്മൾ കോഡിൻ്റെ മുകളിലാണ് എഴുതുന്നത്. കാരണം ഇവൻച്വലി നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് ഈ നമ്പർ സെറ്റും നമ്മൾ കോഡിൽ എഴുതാൻ പോകുന്ന നമ്പർ സെറ്റ് തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് യുടെ എന്ത് വരും? 21 വരും, വൈയുടെ 25 വരും, ക്യൂയുടെ 17 വരും, ടിയുടെ 20 വരും, ഇത് 4 വരും. അപ്പോൾ നമ്മൾ ഇനി കമ്പയർ ചെയ്യാൻ പോണത് ഈ ഒരു നമ്പർ സെറ്റും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പാരിസൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? 1 to 1 ഫസ്റ്റ് നോക്കണം. അതായത് ഫസ്റ്റ് ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് നമ്പറും കോഡിൻ്റെ ഫസ്റ്റ് ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് നമ്പറും നമ്മൾ കമ്പയർ ചെയ്യണം. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യപ്പോൾ എത്ര വരും? ഒരു +5 ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്.
ഫസ്റ്റ് ഈ രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യപ്പോൾ. നെക്സ്റ്റ് 18ഉം 25ഉം നമ്മൾ കമ്പയർ ചെയ്യപ്പോൾ എത്ര വരും? ഒരു +3 ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 15ഉം 25ഉം നമ്മൾ കമ്പയർ ചെയ്യപ്പോൾ വരും ഒരു +10 ഇൻക്രിമെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു കമ്പാരിസണിൽ ഒരു പാറ്റേൺ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, 1 to 1 അല്ലായിരിക്കും, നമുക്ക് ക്രോസ് കോഡിങ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് എലമെൻറ്റും ഫസ്റ്റ് എലമെൻറ്റും നമ്മൾ കമ്പയർ ചെയ്യാം. അപ്പോൾ 5ഉം 7ഉം ഒരു ഇൻക്രിമെൻ്റ് എത്രയുണ്ട്? +2യുടെ ഇൻക്രിമെൻ്റ് ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് 19ഉം 21ഉം നോക്കാം. ഓക്കെ, എഗെയിൻ ഒരു +2 ഇൻക്രിമെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 23ഉം 25ഉം നോക്കി. ഓക്കെ, എഗെയിൻ ഒരു +2 ഇൻക്രിമെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ 15ഉം 17ഉം നമ്മൾ നോക്കി. എഗെയിൻ ഒരു +2 ഇൻക്രിമെൻ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് മാപ്പിംഗ് ആണ് നടക്കുന്നത്. അതായത് ലാസ്റ്റ് ലെറ്റർ ഇസ് കോഡഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ലെറ്റർ ഓഫ് ദ വേർഡ് ഇസ് കോഡഡ് ടു ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ കോഡ് എന്നാണ്. അതുപോലെ നമ്മൾ സെക്കൻഡ് ലെറ്റർ ആയിട്ട് കോഡ് ചെയ്തു, തേർഡ് ലെറ്റർ ആയിട്ട് കോഡ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ കോഡിങ് പോണത്. അപ്പോൾ 18 എന്താ ഇവിടെ മാപ്പ് ചെയ്തത്? 20 ആയിട്ടാണ് മാപ്പ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു +2യുടെ ഷിഫ്റ്റ് ഉണ്ട്. ഇവിടെ 2 എന്നുള്ളത് 4 ആയി മാറി. അതായത് അവിടെ ഒരു +2യുടെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബേസിക്കലി നടക്കുന്നത് ക്രോസ് കോഡിംഗ് ആണ്. ഫസ്റ്റ് എന്നുള്ള മാപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ സെയിം ലോജിക്ക് നമുക്ക് അമാൽഗമിനും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അമാൽഗം നമുക്ക് ചെയ്യാം. അമാൽഗം എഴുതണം ഫസ്റ്റ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ എഴുതണം. 1, 13, 1, 12, 7, 1, 13. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രോസ് കോഡിങ് തന്നെ അവിടെ എന്താണോ ചെയ്തത് അത് ഇവിടെ ചെയ്യണം. ലാസ്റ്റ് ലെറ്റർ ഇസ് മാപ്പ് ടു ദ ഫസ്റ്റ് ലെറ്റർ. 13 നമ്മൾ എന്ത് ചെയ്യും? +2 ഒരു 2 പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്തിട്ട് എഴുതും. അതായത് 15 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 ആണ്. 1ന് നമ്മൾ എഗെയിൻ ഒരു +2 ചെയ്തു. അപ്പോൾ +3 വന്നു. 7 ആണ് അത് കഴിഞ്ഞിട്ട് വന്നത്. 7നെ നമ്മളൊരു +2 ചെയ്യുമ്പോഴത്തേക്കും 9 വന്നു. 12 ആണ് അടുത്ത് കഴിഞ്ഞിട്ട് വന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് +2 ചെയ്യുമ്പോൾ n വന്നു. 1ന് എഗെയിൻ +2 ചെയ്യുമ്പോൾ നമുക്ക് 3 വന്നു. 13 എഗെയിൻ +2 ചെയ്തപ്പോൾ 15 വന്നു. 1ന് എഗെയിൻ +2 ചെയ്തപ്പോൾ 3 വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആൽഫബറ്റ്സ് നമ്മൾ എഴുതണം. 15 കറസ്പോണ്ട് ചെയ്യുന്നത് തൊട്ടാ O ആണ്. 3 കറസ്പോണ്ട് ചെയ്യുന്നത് തൊട്ടാ C ആണ്. 9 കറസ്പോണ്ട് ചെയ്യുന്നത് I ആണ്. n കറസ്പോണ്ട് ചെയ്യുന്നത് 14 ആണ്. 3 കറസ്പോണ്ട് ചെയ്യുന്നത് C ആണ്. 15 കറസ്പോണ്ട് ചെയ്യുന്നത് O ആണ്. 3 കറസ്പോണ്ട് ചെയ്യുന്നത് C ആണ്. അപ്പോൾ നമ്മുടെ കോഡ് ഓക്കെ, അഗെയിൻ ഇവിടെ കറസ്പോണ്ട് ചെയ്യുന്നത് 14 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ N വരും. അപ്പോൾ ഈ കോഡ് എന്ന് പറഞ്ഞാൽ OCINCOC ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് കോഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ബേസിക്കലി നമ്മൾ ഈ നമ്പർ പൊസിഷൻസ് അല്ലെങ്കിൽ ഈ ആൽഫബറ്റിക് സീരീസിലുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള പ്ലേസ് വാല്യൂ ഓഫ് ഈച്ച് ലെറ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പഠിക്കാനായിട്ട് കുറേ രീതിയുണ്ട്. അത് നമ്മൾ ഫെമിലറൈസ് ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ഫെമിലറൈസ് ആയി വരും അതിൽ. ഓക്കെ, എഗെയിൻ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇനി സോൾവ് ചെയ്യപ്പോൾ നമ്മൾ വേർഡും നമ്മളിവിടെ ബ്രൗസ് എഴുതേണ്ട ആവശ്യമില്ല, ഈ കോഡ് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഈ നമ്പർ സീരീസ് മാത്രം എഴുതിയാൽ മതി. ആൻഡ് അഗെയിൻ നമ്മൾ ഇവിടെ ചെയ്യപ്പോഴും ഈ അമാൽഗം എഴുതേണ്ട ആവശ്യമില്ല. ഈ നമ്പർ സീരീസ് നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മൾ കുറേ ടൈം സേവ് ചെയ്യാൻ നോക്കണം ഒറിജിനൽ എക്സാമിൻ്റെ സമയത്ത്. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇവൻച്വലി നമ്മളൊരു പോയിന്റിൽ എത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് വിത്തൗട്ട് ഇങ്ങനെ എഴുതാതെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. പിന്നെ അഗെയിൻ നമ്മൾ ഇവിടുത്തെ പോയിന്റ് എഴുതപ്പോൾ നമ്മളിവിടെ 15 എഴുതേണ്ട ആവശ്യം, ഡയറക്റ്റ്ലി O ആണെന്ന് നമുക്ക് നമ്പർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്പർ സീരീസ് ഫൈനൽ എൻകോഡിങ്ങിൻ്റെ സമയത്ത് എഴുതണമെന്നില്ല. ഇപ്പോൾ 15 കറസ്പോണ്ട് ചെയ്യുന്നത് O ആണ്, 3 കറസ്പോണ്ട് ചെയ്യുന്നത് C ആണ്, 9 കറസ്പോണ്ട് I ആണ്. അതാണ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 14 കറസ്പോണ്ട് ചെയ്യുന്നത് ഡയറക്റ്റ്ലി എൻ്റെ മനസ്സിലപ്പോൾ തന്നെ 14 കറസ്പോണ്ട് ചെയ്ത് എന്നാന്ന് മനസ്സിലായി. ഡയറക്റ്റ്ലി ഞാനത് എന്നെ എഴുതിയത് അങ്ങനെയാണ് ബൈ മിസ്റ്റേക്ക്. പക്ഷേ ഇങ്ങനെ രണ്ടാമത് നമ്മൾ ഈ കറസ്പോണ്ടിങ് നമ്പർ പൊസിഷൻസ് നമ്മൾ എഴുതണമെന്നില്ല അവസാനത്തെ എൻകോഡിങ്ങിൻ്റെ സമയത്ത്. നമുക്ക് ഡയറക്റ്റ്ലി അതിനുള്ള ആൻസർ നമ്പർ എഴുതാതെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിലോജിസമാണ്. സിലോജിസം ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. Read the given statements and conclusions carefully, assuming that the information given in the statements is true, even if it appears to be variance with commonly known facts. Okay, decide which of the given conclusions logically follows from the given statements. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അവർ പറയണമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്
നമ്മുടെ ഒരു കോമൺലി നോൺ ഫാക്ട്സ് അനുസരിച്ച് ഇറ്റ് വുഡൻ മേക്ക് സെൻസ്. പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ ഒരു പരിധിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് ഫാക്ട്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. ഓൾ ബീൻസ് ആർ മീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വെൻ ഡയഗ്രാം യൂസ് ചെയ്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓൾ ബീൻസ് ആർ മീറ്റ്, അപ്പോൾ നമ്മൾ ബീൻസിനെ നമ്മൾ ഒരു സർക്കിളായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇതിലെല്ലാം ബീൻസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് ഓൾ ബീൻസ് ആർ മീറ്റ്. അപ്പോൾ നമ്മളൊരു വലിയ സർക്കിളിൽ വെച്ച് നമ്മൾ മീറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, മീറ്റാണ് ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും മീറ്റാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ട്രൂ ആവുന്നില്ലേ? ഈ ഒരു സർക്കിൾ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനവും ഈ ബീൻസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉള്ളതാണ് ഈ സർക്കിളിലുള്ള എല്ലാ സാധനം. അപ്പം ഓൾ ബീൻസ് ആർ മീറ്റ് എന്ന് പറയുമ്പോൾ മീറ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയുടെ ഉള്ളിലുള്ള സാധനമാണ് ബീൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കതിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓൾ ബ്രെഡ്സ് ആർ മീറ്റ്. അപ്പോൾ നമ്മൾ അടുത്തൊരു സർക്കിൾ യൂസ് ചെയ്ത് ബ്രെഡ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഈ ബ്രെഡ്സ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതും ട്രൂ ആവുന്നില്ല. എല്ലാം ബ്രെഡ്സും, അതായത് ബ്രെഡ്സ് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ആണ് ബ്രെഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള എല്ലാ സാധനം ഈ സർക്കിളിൻ്റെ ഉള്ളിലുണ്ട്. അതെന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ മീറ്റിൻ്റെ ഉള്ളിലാണ് ബ്രെഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓൾ ബ്രെഡ്സ് ആർ മീറ്റ് എന്ന് ഈ ഫിഗറിൽ നമുക്ക് മനസ്സിലാവും. അതുകഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇതിൽ ഏതായിരിക്കും കൺക്ലൂഷൻ എന്നാണ്. അപ്പോൾ കൺക്ലൂഷൻ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് കൺക്ലൂഷൻ ആകണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്ത്? അതായത് 100% കേസിലും 100% ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആയിരിക്കണം. ഒരു കേസിൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോൾസ് ആകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. സം ബീൻസ് ആർ ബ്രെഡ്സ്. ഓക്കെ, നമ്മളിപ്പോൾ വരച്ച ഫിഗർ, ഓക്കെ അഗെയിൻ നമ്മൾ വരച്ച ഫിഗറിൽ എന്താണ് ഈ ഒരു സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ബീൻസിൻ്റെ കാറ്റഗറിയും ഇത് ബ്രെഡ്സിൻ്റെ കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ വരച്ച ഫിഗറിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ത്? ബീൻസും ബ്രെഡ്സും കണക്റ്റഡ് അല്ല. അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് സം ബീൻസ് ആർ നോട്ട് ബ്രെഡ്സ് എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കൺക്ലൂസീവ്ലി 100% ഷ്യൂറിറ്റിയോടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് എ വാലിഡ് കൺക്ലൂഷൻ എന്ന് പറയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കൺക്ലൂഷനിൽ നിന്ന് ഒരു വാലിഡ് കൺക്ലൂഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരു കേസിൽ ഇപ്പോൾ നമ്മൾ വരച്ച കേസിൽ എന്താണ്? സം ബീൻസ് ആർ നോട്ട് ബ്രെഡ്സ്, യാതൊരു കണക്ഷനും ഇല്ലല്ലോ ഇത് തമ്മിൽ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്? ബ്രെഡ്സും ബീൻസുമായിട്ട് കണക്ഷൻ ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് തിരിച്ച് പറഞ്ഞേക്കണമെന്നേ ഉള്ളൂ. സം ബ്രെഡ്സ് ആർ ബീൻസ്. നോ, ഇത് എവറി കേസിൽ 100% ചാൻസിലൂടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്ത്? സം ബ്രെഡ്സ് ആർ ബീൻസ് എന്നുള്ള കേസ്. കാരണം നമ്മൾ വരച്ച കേസിൽ ബീൻസും ബ്രെഡ്സും കണക്റ്റഡ് ആയിട്ടില്ല. അത് തമ്മിൽ യാതൊരു ഓവർലാപ്പോ ഷെയറിങ്ങോ ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് വാലിഡ് കൺക്ലൂഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ സൊല്യൂഷൻ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് എ സെക്കൻഡ് വേർഡ് ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേർഡ്. ഓക്കെ, ഇത് അനാലജി ക്വസ്റ്റ്യൻ ആണ്. ഈ ഫസ്റ്റ് പെയർ ഇല്ലേ, ഈ റിലേഷൻഷിപ്പ് എന്തോ ആ സെയിം റിലേഷൻഷിപ്പുള്ള ഈ ഏരിയയും ഈ ക്വസ്റ്റ്യൻ മാർക്കും ഉള്ള ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് നോക്കാം. വർക്കിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിക്കുന്ന ഒബ്വിയസ്ലി എന്തായിരിക്കും? ഏരിയയാണ് തന്നേക്കുന്നത്. ഒരു 2 ഡയമെൻഷൻ ക്വാണ്ടിറ്റി ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. എ റേഡിയൻ ആണ്. റേഡിയൻ എന്താ? ഏരിയയുടെ യൂണിറ്റ് ആണോ? അല്ല. ഏരിയയുടെ യൂണിറ്റ് ആണോ റേഡിയൻ? അല്ല, ആംഗിളിൻ്റെ യൂണിറ്റ് ആണ് റേഡിയൻ. ഓക്കെ, പെരിമീറ്ററും ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെക്ടറാണ്. അപ്പോൾ ഹെക്ടർ ആയിരിക്കും ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ ഒരു യൂണിറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഹെക്ടർ എന്ന് പറയുമ്പോൾ പക്ഷേ ഒരു SI യൂണിറ്റ് അല്ല. SI യൂണിറ്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 ഹെക്ടർ ഇസ് ഈക്വൽ ടു ഹൗ മെനി മീറ്റർ സ്ക്വയർ? അത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 1 ഹെക്ടർ എത്ര മീറ്റർ സ്ക്വയർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
ഓക്കെ, ഒരു എംബഡഡ് ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ഇതിലുള്ള ഈ ഓപ്ഷൻസിലുള്ള ഏത് ഫിഗറിലാണ് എംബഡഡ്, അതിൽ ഏതിലാണ് ഹിഡൻ ആയിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, റൊട്ടേഷൻ. ഈ ഫിഗറിൻ്റെ റൊട്ടേഷൻ അലൗഡ് അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ ഓപ്ഷൻ സിയിലാണ് ആ സെയിം രീതിയിൽ, അതായത് ഒരു റൊട്ടേഷനും ഇല്ലാതെ ആ സെയിം രീതിയിൽ ഇരിക്കേണ്ടത് ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് ഒരു ട്രിക്കൊന്നും ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4 letter clusters have been given out of which 3 are alike in some manner while 1 is different. ബേസിക്കലി ഒരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ തന്നേക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കുമ്പോൾ എൽ കഴിഞ്ഞിട്ട് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെറ്ററാണ് എൻ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെറ്ററാണ് പി. ആ സെയിം ലോജിക്ക് തന്നെ ഇവിടെ നോക്കാം. ഡി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലെറ്ററാണ് എഫ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്ററാണ് സെക്കൻഡ് ലെറ്ററാണ് എച്ച്. അത് കഴിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെയാണ് എഫും എച്ച് കഴിഞ്ഞിട്ട് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ജെ വന്നത്. കാരണം എച്ച് കഴിഞ്ഞ് ഐ ജെ സെക്കൻഡ് ലെറ്റർ. അപ്പോൾ ആ സെയിം അപ്പോൾ ഈ 3 ഓപ്ഷൻസിലും ആ സെയിം ലോജിക്കാണ് വർക്കൗട്ട് ആവുന്നത്. ഇതിൽ നോക്കുമ്പോൾ ടി വി, ഓക്കെ, സെക്കൻഡ് ലെറ്ററാണ് വി, പക്ഷേ വിയും ഡബ്ല്യു അടുത്തടുത്തിരിക്കുന്ന ലെറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു പെയർ മാത്രം ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ദ നമ്പർ ഷെയർ ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദാറ്റ് ഷെയർഡ് ബൈ ദ ഗിവൺ നമ്പർ പെയർ. ഈ നമ്പർ പെയർ ഷെയർ ചെയ്യുന്ന സെയിം റിലേഷൻഷിപ്പ് ഓപ്ഷൻസിൽ ഏത് ഇതാണ് സെയിം റിലേഷൻഷിപ്പ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 49 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സൈൻ സ്ക്വയർ ആണെന്ന് മനസ്സിലാവും. നമുക്കിവിടെ 8 തന്നിട്ടുണ്ട്. അപ്പോൾ 8ൻ്റെ 1 ലെസ് ദാൻ നമ്പർ ആണല്ലോ 7. അപ്പോൾ ആ ഒരു ലോജിക്ക് ആണോ എന്ന് നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ നോക്കുക, 9 നോക്കി, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ലോജിക്ക് തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ആയിക്കണേന്ന് നോക്കാം. ഓക്കെ, 121 എന്ന് പറയുന്നത് എന്താ? 11ൻ്റെ സ്ക്വയർ അല്ലേ? 11 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ എന്താ? 12 ആണ്. അതായത് 12ൻ്റെ ഒരു നമ്പർ ലെസ് അല്ലേ 11. ഈ സെയിം ലോജിക്ക് തന്നെ ഇവിടെ വർക്കൗട്ടായി. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വെൻ ഡയഗ്രാം ആണ്. സെലക്ട് ദ വെൻ ഡയഗ്രാം ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്ലാസ്സസ്. ഓക്കെ, റെപ്റ്റൈൽ, മാമൽസ് ആൻഡ് ലിസേർഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരക്കാം. റെപ്റ്റൈൽ വരക്കാം. റെപ്റ്റൈൽ നമുക്കൊരു സർക്കിൾ, റെപ്റ്റൈൽ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഈ സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ലിസർഡ് എന്ന് പറഞ്ഞ ഒരു റെപ്റ്റൈലാണല്ലോ, റെപ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് അതിനൊരു സർക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് റെപ്റ്റൈൽ എന്ന് പറഞ്ഞൊരു വലിയ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയ ഗ്രൂപ്പാണ് ലിസർഡ്സ് എന്ന് പറഞ്ഞാൽ. ലിസർഡ്സ് പല ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മൾ ഇതിലെല്ലാം ലിസർഡ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ലിസർഡ്സ്, ഇത് റെപ്റ്റൈൽസ്. അത് കഴിഞ്ഞിട്ട് ഇവർ പറയുന്നത് മാമൽസ് ആണ്. മാമൽസും റെപ്റ്റൈൽസും ഡിഫറെൻ്റ് ആണ്. അതായത് മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമറി ഗ്ലാൻസ് ഉള്ള ആനിമൽസിനെയാണ് നമ്മൾ മാമൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആണ്. റെപ്റ്റൈൽസിന് പക്ഷേ മാമറി ഗ്ലാൻസ് ഇല്ല, അപ്പോൾ അതൊരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ നമ്മുടെ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അതായത് റെപ്റ്റൈൽസിനുള്ളിൽ ലിസർഡ്സ്, പിന്നെ മാമൽസും സെപ്പറേറ്റ്, അതായത് ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് റെപ്രസെൻറ്റ് എ സീക്വൻഷ്യലി സയൻസ് റീപ്ലേസ് എ സീക്വൻഷ്യലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ബാലൻസ് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ ഈ എനെ നമ്മൾ ഈ സിമ്പിൾസ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടണം. അപ്പോൾ അത് ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലതിൽ നമുക്ക് ഓപ്ഷൻസ് ഇട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ പോവാം, ഫസ്റ്റ് ട്രൈ ചെയ്യാം. അതായത് 26 ആണ്. ഓക്കെ, എക്ക് പകരം എന്ത് വരും? ഡിവൈഡ് സിമ്പിൾ വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. പിന്നെ എക്ക് പകരം എന്ത് വരും? ഇൻറ്റു വരും. ഇൻറ്റു 3 ആണ്. ഓക്കെ, ഈക്വൽ ടു, അടുത്ത എക്ക് പകരം ഈക്വൽ ടു വരും. 3 ഇൻറ്റു 13 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാർട്ട് LHS നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും?
13 എന്ന് വന്നു. RHS ഓൾറെഡി 13 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസറായിട്ട് വന്നു. ഓക്കെ, സെക്കൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോയി ട്രൈ ഔട്ട് ചെയ്യണം, പിന്നെ C ചെയ്യണം, പിന്നെ D ചെയ്യണം, വർക്കൗട്ട് ആയില്ലെങ്കിൽ. ഓക്കെ, പിന്നെ 15th ക്വസ്റ്റ്യൻ. ഓക്കെ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ തേർഡ് ക്ലസ്റ്റർ ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് ക്ലസ്റ്റർ ഇസ് റിലേറ്റഡ് ടു ദി ഫസ്റ്റ് ക്ലസ്റ്റർ. അതായത് ഇതിൽ തമ്മിലുള്ള സെയിം റിലേഷൻ വരുന്ന ഈ പെയേഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഈ TRESന് കറസ്പോണ്ട് ചെയ്യുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് റിലേഷൻഷിപ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണത്? നേരത്തെ പറഞ്ഞ പോലെ GOAT അല്ലേ, ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സ് നമ്മൾ എഴുതണം. G എന്ന് പറഞ്ഞാൽ കറസ്പോണ്ട് ചെയ്യുന്നത് 7, O കറസ്പോണ്ട് ചെയ്യുന്നത് 15, A കറസ്പോണ്ട് ചെയ്യുന്നത് 1, T കറസ്പോണ്ട് ചെയ്യുന്നത് 20 അല്ലേ. അതിൻ്റെ താഴെ നമ്മൾ ഈ കോഡിങ്ങോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് തന്നേക്കുന്ന സാധനം നമ്മൾ താഴെ എഴുതണം, DQYW എന്നുള്ളത്. ഓക്കെ, ഡിക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് എന്തൊട്ടാണ് 4, ക്യൂക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് 17, വൈക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് 25, ഡബ്ല്യൂക്ക് കറസ്പോണ്ട് ചെയ്യുന്നത് 23. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ നോക്കണം, ജസ്റ്റ് 7ഉം 4ഉം തമ്മിൽ എന്താണ് -3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പാറ്റേൺ ഇവിടെ എഴുതാം. ഫസ്റ്റ് 7ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ നമ്മൾ -3 ചെയ്യപ്പോഴല്ലേ 4 കിട്ടുന്നത്. 15ൻ്റെ കേസൊക്കെ അതൊരു +2 വന്നു, അതായത് ഇവിടെ ഒരു +2 ചേഞ്ച് വന്നു. പിന്നെ 1 എന്തായി 25 ആയി. അതായത് A എന്നുള്ള ലെറ്റർ Y ആയി എന്നാണ് അർത്ഥം. Y എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ഓക്കെ A എന്ന് ഇപ്പോൾ നമ്മളൊരു ഈ ഒരു പോയിന്റ് പറയാനായിട്ട് നമ്മളൊരു കുറച്ച് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യണം. അതെന്താണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ആൽഫബറ്റിക് സീരീസ് എഴുതപ്പോൾ ABCD നമ്മൾ എഴുതി പോകണതാണ് 1 2 3 4 അങ്ങനെ എത്ര Z വരെയും 26 വരെ എഴുതി. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ Z കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇവിടെ നമ്മൾ ഈ മാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് Z കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇപ്പോൾ A ആണ് ഇവിടെയെങ്കിൽ Aയുടെ ബാക്കിലുള്ള ലെറ്റർ ഏതാണ്? Z ആണ്. Aയുടെ ബിഫോർ വന്നത് നമ്മൾ മാപ്പ് ചെയ്യണത് സൈക്ലിക്കായിട്ട് Z ചെയ്യും. അതുപോലെ തന്നെ Z കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് ഏതാണ്? A ആണ്. അതായത് ഇപ്പോൾ നമുക്ക് 26 കഴിഞ്ഞ് ഇവർ 27 കറസ്പോണ്ട് ചെയ്യണത് Aയിലോട്ടായിരിക്കും, 28 കറസ്പോണ്ട് ചെയ്യണത് Bയിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് Aക്ക് അപ്പാർട്ട് ഫ്രം 1 നമുക്ക് 27 എന്ന് പറഞ്ഞ നമ്പറും കൊടുക്കാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് Z എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർഡിലുള്ള ഒരു ലെറ്ററാണ്. അതിന് നമ്മളൊരു +2 ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്താണ് +2 ചെയ്യുമ്പോൾ അതെന്ത് വരും? 28 വരും. 26 അല്ലേ, 28 വരും. 28 അതായത് Z നിന്ന് 2 ലെറ്റർ Z നിന്ന് 2 വേർഡ്സ് ഷിഫ്റ്റ് ചെയ്തതിനെ ബേസിക്കലി 1 വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ Aയിലോട്ട് പോകും, 2 വേർഡ് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് Bയിലോട്ട് പോകും. അപ്പോൾ B കറസ്പോണ്ട് ചെയ്യുന്ന സാധനമാണ് 28 എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് 28 ആ കറസ്പോണ്ടിങ് ഏത് ലെറ്റർ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 26 സബ്സ്ട്രാക്ട് ചെയ്താൽ മതി ഇതിന്. അതായത് 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? B എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു സൈക്ലിക് നേച്ചർ ഉണ്ടല്ലോ, അതായത് നമ്മൾ കോഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ Z കഴിഞ്ഞ ആൽഫബറ്റ്സ് ഇല്ല എന്നല്ല പറയണത്, നമ്മൾ തിരിച്ച് A ആണ് നമ്മൾ Z കഴിഞ്ഞ നമ്മൾ വെക്കുന്ന ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ. Z കഴിഞ്ഞ A വരും, Aക്ക് ബാക്കിൽ Z വരും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ +2 ചെയ്തു, ഇവിടെ 1 ചെയ്തു. 1 കഴിഞ്ഞ് ഒന്നിലേക്ക് +24 വരും, 1 ആണെങ്കിൽ +24 വരും. അതേസമയം 1ന് പകരം 27 ആണെങ്കിൽ ഇവിടെ ഒരു -2 എന്ന് പറഞ്ഞൊരു സംഭവമായിരിക്കും വന്നത്. ഇപ്പോൾ നമ്മൾ Aക്ക് 1ന് പകരം 27 ആണ് വെക്കണമെങ്കിൽ ഇവിടെ ഒരു -2 വന്നു, അതായത് -2 വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അതേസമയം നമ്മൾ 1 ആണ് വെക്കണമെങ്കിൽ +24 എന്ന് വരും. പക്ഷെ അതൊരു നമ്മുടെ സീക്വൻസിൽ നിന്ന് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്പൻസി പോലെ ഇരിക്കുമല്ലേ 24 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ നമുക്ക് 1ന് പകരം 27 കൊടുക്കുമ്പോൾ -2 എന്ന് വരും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വേർഡ് നോക്കും, Tയും W എങ്ങനെ റിലേറ്റ് ചെയ്തേക്കണം? ഒരു +3 വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ പാറ്റേൺ ആണ് ഈ GOTയും DQYWയും കൂടി മാപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കണം. അതായത് -3 +2 -2 +3 എന്ന് പറഞ്ഞ പാറ്റേൺ. അപ്പോൾ നമുക്ക് ആ സെയിം പാറ്റേൺ നമുക്ക് തന്നിരിക്കുന്ന വേർഡ്, അതായത് TRESൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. TRES, T എന്ന് പറഞ്ഞാൽ 20 ആണ്, R എന്ന് പറഞ്ഞാൽ 18 ആണ്, E എന്ന് പറഞ്ഞാൽ 5 ആണ്, എന്ന് പറഞ്ഞാൽ 19 ആണ്. ആദ്യമേ എന്താ ചെയ്തത്? Gയും Dയും തമ്മിൽ -3, അപ്പോൾ -3 ചെയ്യണം, 17 വരും. പിന്നെ എന്താണ് +2 വരും, 20 വരും. ഓക്കെ,
പിന്നെ -2 വരും, അതായത് 3 വരും, പിന്നെ +3 വരും, അതായത് 22 വരും. അത് കറസ്പോണ്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ Q വരും, T വരും, C വരും, V വരും. QTCV. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ബേസിക്കലി നോക്കാനുള്ള ഈ 1ൻ്റെ കോഡിംഗ് ആണ്, ഈ അല്ല എയുടെ കോഡിംഗ് ആണ്. എന് 1 എന്നും കൊടുക്കാം, അതായത് അല്ലെങ്കിൽ 26 കഴിഞ്ഞിട്ട് വരുന്നത്, അതായത് 27 കൊടുക്കാം. ഓക്കെ, അഗെയിൻ പിന്നെ 27 നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു 30 കറസ്പോണ്ട് ചെയ്യുന്നത് ഏത് ലെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ 26 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 4 കിട്ടിയില്ലേ, അതായത് ഡി ആയിരിക്കും 30 കറസ്പോണ്ട് ചെയ്യണത്. അപ്പോൾ ഈ നമ്പർ മാനിപ്പുലേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ആ സീരീസിനെ നമ്മൾ സൈക്ലിക്ക് പോലെ ആക്കുന്നത്. Z കഴിഞ്ഞിട്ട് വന്നത് എക്ക് മുന്നേ Z. അപ്പോൾ ഓക്കെ, അങ്ങനെ ഒരു മാപ്പിംഗ് വരുന്നുണ്ട് ഈ കറസ്പോണ്ടിങ് നമ്പർ സീരീസിന്, കറസ്പോണ്ടിങ് നമ്പർ പൊസിഷൻസിന്. ഓക്കെ, ഇൻ 16th question എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് അതർ നമ്പേഴ്സ് ഇൻ ദ ഗിവൺ സെറ്റ്. അപ്പോൾ ഈ സെറ്റിൽ തന്നേക്കണ ഈ സെറ്റിൽ ഉള്ള നമ്പേഴ്സ് ബിറ്റ്വീൻ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ സെയിം റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യണ വേറെ സെറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 3 ഉണ്ട്, 5 ഉണ്ട്, 68 ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ചെറിയ 2 നമ്പർ ഒരു വലിയ നമ്പറും. അപ്പോൾ ചെറിയ നമ്പറിൻ്റെ എന്തോ മാനിപ്പുലേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് വലിയ നമ്പർ കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ആ മാനിപ്പുലേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ലോജിക്കോ ഒരു സ്ക്വയർ ലോജിക്കോ അല്ലെങ്കിൽ ഒരു ക്യൂബ് ലോജിക്കോ ആയിരിക്കും വർക്കൗട്ട് അയക്കുന്നത്. ഒരു പ്ലസ്സോ മൈനസോ അല്ലെങ്കിൽ ഡിവിഷൻ ലോജിക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും 68 എന്ന് പറയുന്ന സാധനം കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, 3 നമ്മൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ലോജിക്ക് നോക്കും. 3 × 5 ആണോ, അല്ല 15 അല്ല. അപ്പോൾ നമുക്ക് ആ 15 68 റിലേറ്റ് ചെയ്യാൻ പറ്റുമോ, ഡയറക്റ്റ് റിലേഷൻ. അതിന് മുന്നേ നമുക്കൊരു കുറച്ച് ഡയറക്റ്റായിട്ടൊരു പെട്ടെന്ന് നമുക്കൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ലോജിക്ക് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ലോജിക്ക് നോക്കാം. സ്ക്വയർ ലോജിക്ക് എന്ന് പറഞ്ഞാൽ 9 വന്നു, 5ൻ്റെ സ്ക്വയർ 25 വന്നു. അപ്പോൾ ഇത് 2 ആഡ് ചെയ്ത് നോക്കാം. ഇത് 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 34 എന്ന് കിട്ടി. 34ഉം നമ്മൾ 68ഉം കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും 34ൻ്റെ ട്വൈസ് ആണ് എന്ത് 68 അല്ലേ. അപ്പോൾ ആ ഒരു ലോജിക്ക് വാലിഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സെയിം ലോജിക്ക് ഓപ്ഷൻസിൽ എവിടെയെങ്കിലും സാറ്റിസ്ഫൈഡ് ആവണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയിൽ ഫസ്റ്റ് ഡിജിറ്റ് എന്താ 2 ആണ്, അതിൻ്റെ സ്ക്വയർ എന്താണ് 4 ആണ്, 1ൻ്റെ സ്ക്വയർ എന്താണ് 1 ആണ്. അപ്പോൾ +1 5 കിട്ടി. 5ൻ്റെ ട്വൈസ് അല്ലേ നമ്മുടെ നടുക്കിരിക്കുന്ന സാധനം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആ സെയിം ലോജിക്ക് ഫോളോ ചെയ്യുന്ന പെയർ എന്ന് പറഞ്ഞാൽ, പെയറല്ല ആ സെറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് 4 വേർഡ്സ് ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് വിച്ച് ദെർ ആർ 3 are alike in some manner and 1 is different. Select the odd one out. ഓക്കെ, നമുക്ക് ഓഡ് വൺ ഔട്ട് എടുത്ത് കളയലാണ്. അതിൽ 4 റിലേറ്റഡ് ആണ്, അല്ല 3 റിലേറ്റഡ് ആണ്, പറഞ്ഞാൽ ഓഡാണ്. അതേ ഓഡ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചേർപ്പ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓഫ് ബേർഡ്സ് ആണ്, ബ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓഫ് ഷീപ്പാണ്, നീ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓഫ് ഹോഴ്സ് ആണ്. ഇതിൽ ഓഡ് വൺ ആയിട്ട് വന്നത് ഫ്രിസ്ക് ആണ്. ഫ്രിസ്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ എയർപോർട്ട് നമ്മളിപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ ആൾക്കാർ നമ്മളെ ചെക്ക് ചെയ്യില്ല, അതിനാണ് ഫ്രിസ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ഓഡ് വൺ ഔട്ട്, ബിക്കോസ് എവറിത്തിങ് എൽസ് ഇസ് സൗണ്ട് ഓഫ് ആനിമൽസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ദ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് വെൻ സീക്വൻഷ്യലി പ്ലേസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ഗിവൺ ലെറ്റർ സീരീസ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, അപ്പോൾ ഒരു ലെറ്റർ സീരീസ് തന്നിട്ടുണ്ട്, അതിൽ നമ്മൾ ഈ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിലെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഉണ്ടാവും, ആ പാറ്റേൺ റിപ്പീറ്റ് ആണ് ഈ സീരീസിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ABA എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കണ്ടു. അപ്പോൾ നമ്മൾ റെസ്റ്റ് ഓഫ് ദി സീരീസിൽ നമ്മൾ ജസ്റ്റ് നോക്കണം ABA എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പ് വന്നേക്കണം എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ABA എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, ABA കഴിഞ്ഞിട്ട് അവിടെ എന്താ വന്നേക്കണം, BC ആണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാങ്കിൽ BC ഇടാം അല്ലേ. അപ്പോൾ നമ്മുടെ ആ നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു പാറ്റേൺ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. പാറ്റേൺ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആൽഫബറ്റ് വരെ നമുക്കൊരു പാറ്റേൺ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ D വരെ അല്ലേ റിപ്പീറ്റ് ചെയ്യാത്തത്, ABA BC CD. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു പാറ്റേൺ ആയിട്ട് നോക്കാം. ഈ പാറ്റേൺ റിപ്പീറ്റ് ആവണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും, ABA BC CD വന്നു കഴിഞ്ഞാൽ
പിന്നെ ഇവിടെ എ ബി സി സി ഡി. ഓക്കെ, എഗെയിൻ ആ പാറ്റേൺ റിപ്പീറ്റ് ആവാണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിൽ നമ്മൾ ആ സെയിം പാറ്റേൺ എ ബി സി സി ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ പോയ റൂട്ട് കറക്റ്റാണ്. അതായത് ആ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തു കൊണ്ട് ആ പാറ്റേൺ ആയിരിക്കും സീരീസിൽ റിപ്പീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ വേണ്ട എലമെൻറ്റ്സ് നമ്മൾ ആ ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു? ബി ആണ് നമ്മൾ ഫില്ല് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഫില്ല് ചെയ്തത്? എ ആണ് ഫില്ല് ചെയ്തത്. അപ്പോൾ ബി എ വന്നു. പിന്നെ 2 സി ചെയ്തു. പിന്നെ അഗെയിൻ ഒരു സി വന്നു. പിന്നെ ഒരു ഡി വന്നു. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറസ്പോണ്ടിങ് സെയിം ആയിട്ട് വന്നേക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 വായിക്കാം. അതായത് ഒരു നോൺ വെർബൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് സെലക്ട് ദ ഓപ്ഷൻ ഫിഗർ ആൻഡ് വിച്ച് ഓപ്ഷൻ ഫിഗർ ദാറ്റ് വിൽ കം നെക്സ്റ്റ് ഇൻ ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, അപ്പോൾ ഒരു ഫിഗർ സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഫിഗർ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ട്രയാങ്കിൾ ആണ്, സെക്കൻഡിൽ സ്ക്വയർ ആണ്, തേർഡിൽ പെൻറ്റഗൺ ആണ്, പിന്നെ ഹെക്സഗൺ ആണ്. അതായത് 3 സൈഡഡ് പോളിഗൺ, 4 സൈഡഡ് പോളിഗൺ, 5 സൈഡഡ് പോളിഗൺ ആൻഡ് 6 സൈഡഡ് പോളിഗൺ. അപ്പോൾ നെക്സ്റ്റ് ഒബ്വിയസ്ലി ഒരു 7 സൈഡഡ് പോളിഗൺ ആയിരിക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഒബ്വിയസ്ലി ആൻസർ. എഗെയിൻ അവർ വേറൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് വെച്ചിട്ടില്ലേ, അതിൻ്റെ ഓരോ സൈഡും ഈച്ച് സീരീസ് കഴിയുമ്പോൾ ഈച്ച് പാറ്റേണിലും ഓരോ നെക്സ്റ്റ് ഫിഗേഴ്സിലും 1 ആയിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫിഗറിൽ ഒന്നല്ലേ, അപ്പോൾ നമ്മുടെ ആൻസർ ഫിഗറിൽ ആ പാറ്റേൺ ഫുള്ളും ആ സൈഡ് ഫുള്ളും പോയിട്ടുണ്ടാവും. അത് ഈ ഓപ്ഷൻ എയിലാണ് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 20th ക്വസ്റ്റ്യൻ. ഓക്കെ, ദിശാസ് സാലറി ഈസ് 3,000 മോർ ദാൻ പ്രതിമാസ് സാലറി. ദ റേഷ്യോ ഓഫ് ദിശാസ് ടു പ്രതിമാസ് സാലറി ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് റേഷ്യോ തന്നിട്ട് ഒരു ബേസിക് റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് തന്നെയാണ്. ദിശാസ് സാലറി ടു പ്രതിമാസ് സാലറി. ദിശ ആൻഡ് പ്രതിമ തന്നിട്ടുണ്ട് റെസ്പെക്റ്റീവ്. വാട്ട് ഇസ് ദ സാലറി ഓഫ് പ്രതിമ. അപ്പോൾ ഇത് ബേസിക് ഒരു റേഷ്യോയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മാത്സിൽ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോകാം. ഓക്കെ, റേഷ്യോ അനുസരിച്ച് ദിശയുടെ സാലറി 2 യൂണിറ്റ്സ് മോർ ദാൻ പ്രതിമാസ് സാലറിയാണ്. അഗെയിൻ ക്വസ്റ്റ്യനിൽ പറയേണ്ടത് എന്ത്? ദിശാസ് സാലറി 3,000 മോർ ദാൻ പ്രതിമാസ് സാലറി. അപ്പോൾ ഈ 2 യൂണിറ്റ്സ് കറസ്പോണ്ട് ചെയ്തിട്ടായിരിക്കും 3,000 റുപ്പീസ് ആയിരിക്കും. അതായത് 3,000 റുപ്പീസാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് എന്തായിരിക്കും? 1,500 യൂണിറ്റ്സ് എന്ന് വരും. 1,500 റുപ്പീസ് എന്ന് വരും ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചാണ് വാട്ട് ഇസ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1,500. വാട്ട് ഇസ് ദ സാലറി ഓഫ് പ്രതിമ എന്നാണ് ചോദിക്കുന്നത്. പ്രതിമയുടെ സാലറി എത്രയാണ്? 15 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് 1,500 ആണെങ്കിൽ 15 യൂണിറ്റ്സ് എത്രയായിരിക്കും? 15 യൂണിറ്റ്സ് എത്രയെന്ന് വെച്ചാൽ 15 × 1,500 എന്ന് വരും. അതായത് 2,225 എന്ന് വരും. അത് 15 സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞാൽ ഓക്കെ, ഗെയിൻ ഒരു 4 letter cluster have been given, out of which 3 are alike in some manner and 1 is different. Select the odd letter cluster. അപ്പോൾ ഗെയിൻ ഇവിടെ പറയുന്നത് 4 ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. അതിൽ 3 ഇതിനെ സെയിം ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് അത് വെച്ചേക്കുന്നത്. പറഞ്ഞാൽ മാത്രം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനമുണ്ട്. അതായത് ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നമുക്ക് ഓരോ ലെറ്ററിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് പെയർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ABCD അങ്ങനെ Z ഉണ്ടല്ലോ, ZYX. അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ Z ആണ്, വൈയുടെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ ബിയുടെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ Y ആണ്, സിയുടെ ഓപ്പോസിറ്റ് പെയർ എന്ന് പറഞ്ഞാൽ X ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് 13 നമ്പർ ABCD to M വരെയും, അതുകഴിഞ്ഞിട്ട് നെക്സ്റ്റ് 13 നമ്പർ അതായത് N to NO to Z വരെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ എയും Z എന്ന് പറഞ്ഞൊരു പെയറാണ്, ബിയും വൈ എന്ന് പറഞ്ഞ ഒരു പെയറാണ്, സിയും എക്സ് ഒരു പെയറാണ്. അങ്ങനെ നമ്മൾ ഈച്ച് ലെറ്റേഴ്സിന് ഡിഫറെൻറ്റ് നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ല. ഒരു പാർട്ടും സെക്കൻഡ് പാർട്ടിലെ ലെറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയും Z ആ പെയേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 27 ആയിരിക്കും. മറ്റേ ന്യൂമറിക്കൽ പൊസിഷൻസിൻ്റെ സമ്മ് 27 ആയിരിക്കും. അത് 26 ആണ്, 27 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പെയേഴ്സ്, ഈ ഓപ്പോസിറ്റ് പെയേഴ്സ് എന്നുള്ള സാധനം നമ്മൾ അറിഞ്ഞിരിക്കും, ബൈ ഹാർട്ട് ആയിരിക്കണം. നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സിൽ വന്നം ഏതാണ് ഓപ്പോസിറ്റ് പെയർ. അപ്പോൾ നമ്മൾ എയുടെ ഓപ്പോസിറ്റ് പെയർ Z ആണ്, ഡയറക്റ്റ്ലി നമുക്ക് പറയാൻ പറ്റും. ഡിയുടെ ഓപ്പോസിറ്റ് പെയർ W ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇത് ഓൾട്ടർനേറ്റ് ലെറ്റേഴ്സ് ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിരിക്കും.
അതാണ് ഈ ക്വസ്റ്റ്യനിലെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്നോ എം എല്ലിൽ നോക്കാം. എന്നോ എം എല്ലിൽ എന്നും എമ്മും ഓപ്പോസിറ്റ് പെയർ ആണ്, ഒയും എല്ലും ഓപ്പോസിറ്റ് പെയർ ആണ്. ഓക്കെ, ആ സെയിം ലോജിക് തന്നെ ഇവിടെ ഇയും വിയും ഓപ്പോസിറ്റ് പെയർ ആണ്, ജിയും ടിയും ഓപ്പോസിറ്റ് പെയർ ആണ്. ഓക്കെ, ആ സെയിം ലോജിക് തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ടിയും ജിയും ഓപ്പോസിറ്റ് പെയർ ആണ്. ഓക്കെ, യുവും ഡിയും ഓപ്പോസിറ്റ് പെയർ അല്ല. ഇവിടെയാണ് ഒരു പ്രശ്നം വന്നത്. ഇവിടെ എന്താണ് വന്നത്? യുവും എഫ് ആണ് സപ്പോസ് ടു ബി ഓപ്പോസിറ്റ് പെയർസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ ലോജിക്ക് ഫോളോ ചെയ്യാത്തത്. അതായത് ഓൾട്ടർനേറ്റ് ലെറ്റേഴ്സ് ആണ് ഓപ്പോസിറ്റ് പെയർസ് എന്നുള്ള ലോജിക്ക് ഫോളോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഓഡ് വൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ഫോൾഡിങ് എ പേപ്പർ ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദ ഫോൾഡഡ് പേപ്പർ ഹാസ് ബീൻ കട്ട് as shown in the given figures. How would this paper look when opened? Opened എന്നൊരു വാക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളെങ്ങനെ ഒരു പേപ്പർ ഉണ്ട്, അത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതിന് അവസാനം ഒരു പഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഹോൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിൻ്റെ ബേസിസിൽ ഇത് സിമെട്രിക് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇതാണ് സ്ക്വയർ പേപ്പർ എങ്കിൽ ഈ പാർട്ടും സെയിം ആയിരിക്കും. അതായത് ഇതിൽ എന്ത് എലിമെൻറ്റ്സ് ഉണ്ടോ ആ എലിമെൻറ്റ്സ് എല്ലാം ഈ 4 പാർട്സിലും ഉണ്ടാവും ബേസിക്കലി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഹോളല്ലേ, ഈ ഹോൾ 4ലും ഉണ്ടാവണം. ഇവിടെ ഉണ്ടാവണം. അങ്ങനത്തെ ഫിഗേഴ്സ് ഏതാണെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനിലുണ്ട്, സെക്കൻഡ് ഓപ്ഷനിലില്ല, അപ്പോൾ ഈ ഓപ്ഷൻ ഔട്ടായി. പിന്നെ തേർഡ് നോക്കുമ്പോൾ അതിലുണ്ട്, പിന്നെ ഡി നോക്കുമ്പോൾ ഡിയിലും ഉണ്ട് ഈ ഹോൾസ്. അതായത് ഈ പാർട്സ് എല്ലാം സെയിം വരും, കാരണം ആ പാർട്സ് എല്ലാം ഒരുമിച്ച് വെച്ച് ഫോൾഡ് ചെയ്തിട്ടല്ലേ നമ്മൾ കുത്തണം. അപ്പോൾ എല്ലാ പാർട്സിലും ആ ഹോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. എഗെയിൻ നമുക്ക് ഈ നടുക്കൊരു ഹോളില്ലേ, നടുക്കൊരു ഹോൾ വരണമെങ്കിൽ ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു കട്ട് ചെയ്താലല്ലേ നടുക്കൊരു ഹോൾ വരുള്ളൂ. ആ കട്ട് ഈ ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എഗെയിൻ പിന്നെ നമ്മൾ സെക്കൻഡ് നോക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെയും ഒരു പാർട്ട് വരും, കാരണം ഇത് മടക്കി വെച്ചിട്ടല്ലേ. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഹോളായിരിക്കും വന്നത്. അത് ഈ ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ പോലെ അല്ലാതെ ഇവിടെ ഹാഫായിട്ടുള്ളൊരു ഹോളല്ല വന്നത്. ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അവിടെയും ആ കട്ട് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. എഗെയിൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ആലോചിച്ച് തന്നെ ചെയ്യാമെന്നുള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കുള്ള ക്വസ്റ്റ്യനാണ്. സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ. ഓക്കെ, ഈ മിററിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡായിട്ട് കാണും, റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ട് കാണും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഒരു ഫിഗറിൻ്റെ റൈറ്റ് സൈഡാണ് ഈ പാർട്ട്, ലെഫ്റ്റ് സൈഡാണ് ഈ പാർട്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മിറർ ഇമേജ് വരുമ്പോൾ അത് ലെഫ്റ്റ് സൈഡ് ആകും, ഈ ഭാഗം അതിൻ്റെ റൈറ്റ് സൈഡ് ആകും. അപ്പോൾ മിറർ ഇമേജിൽ ബേസിക്കലി സംഭവിക്കുന്നത് റൈറ്റ് ലെഫ്റ്റായി, ലെഫ്റ്റ് റൈറ്റായി. അപ്പോൾ അത് ഏതിലാണ് അത് വർക്കൗട്ടാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ട് ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള ഈ പാർട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ അല്ല, ഈ ഫിഗറും അല്ല, ഈ ഫിഗറിൽ മാത്രമാണ് എന്ത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഈ കോർണർ. എഗെയിൻ ദിസ് പാർട്ട് ഇവിടെയും ലെഫ്റ്റ് സൈഡിലാണ് ആ കൂർത്ത പാർട്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് സൈഡ് ലാറ്ററലി ഇൻവേർഷൻ നടക്കുള്ളൂ, ഇതുപോലെ വെർട്ടിക്കൽ ഇൻവേർഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ്, ലെഫ്റ്റ് റൈറ്റ്. ഈ ലെഫ്റ്റുള്ള പാർട്ട് റൈറ്റുള്ള പാർട്ട് ലെഫ്റ്റായി, ലെഫ്റ്റിലുള്ള പാർട്ട് റൈറ്റായി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു നമ്പർ സെറ്റ് ഉണ്ട്. ആ നമ്പർ സെറ്റ് ഒരു പർട്ടിക്കുലർ രീതിയിൽ റിലേറ്റഡ് ആണ്. ആ സെയിം ലോജിക്ക് യൂസ് ചെയ്ത് നമ്മൾ ആ സെയിം ലോജിക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്പർ സെറ്റ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് നോക്കും. ഓക്കെ, 7ഉം 15ഉം. ഓക്കെ, വെരി ഫെമിലിയർ. 7 × 2 14 ആണ്. ഓക്കെ, 14 + 1 ആണ് 15 അല്ലേ. ആ സെയിം ലോജിക്ക് നമുക്ക് ഇതും റിലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമല്ലോ. 15 × 2 ആണ് +1 എന്ന് പറഞ്ഞാൽ = 31 എന്ന് തോന്നുന്നു. ആ സെയിം ലോജിക്ക് സാറ്റിസ്ഫൈ ചെയ്യണം വേറെ നമ്പർ സെറ്റ്സ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ ഓപ്ഷൻ സിയിൽ ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റും. 3 × 2 + 1 7 ആണ്. 7 × 2 + 1 15 ആണ്. അപ്പോൾ റൈറ്റ് അവേ നമുക്ക് പറയാം ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് യൂഷ്വലി റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് എളുപ്പം ക്വസ്റ്റ്യനുമാണ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്യണമാണ്. അപ്പോൾ
ഇത് തമ്മിൽ നമുക്ക് റൈറ്റ് അവേ ഇങ്ങനത്തെ ലോജിക്ക് സ്ഥിരം റിപ്പീറ്റഡ് ആണ്. വൺസ് ഈ ക്വസ്റ്റ്യൻ ചെയ്തതിന് ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ഇതാണ്. 4 numbers have been given, out of which 3 are alike in some manner ആണ്. ഓക്കെ, ആൻഡ് 1 is different. Select the number that is different from the rest. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു നമ്പർ മാത്രം ഓടും, ബാക്കി എല്ലാ നമ്പേഴ്സ് ഇവനാണ്. അപ്പോൾ ഇവനാണ്. അപ്പോൾ ഇതിൽ ഓഡ് 1 ഔട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ റീസണിങ്ങിൽ CHSL പ്രിലിംസിൽ ഫസ്റ്റ് ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഡിസ്കസ് ചെയ്തതിൽ എവിടെയെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഗെയിൻ ഇതുപോലത്തെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചില റീസണിങ്ങിലെ കൺസെപ്റ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ അതിന് കറസ്പോണ്ടിങ് ഒരു വീഡിയോ എന്തായാലും ചെയ്യാം.